വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട 50 ലക്ഷത്തിലധികം വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ 3:45 സംഭവം. മംഗലാപുരത്ത് നിന്ന് പച്ചക്കറി കയറ്റി വരുന്ന വാഹനത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരി ശേഖരം ആദ്യം കണ്ടെത്തിയത്. ലഹരി കയറ്റിയ പച്ചക്കറി വാഹനത്തിന് എസ്കോർട്ട് വന്ന മറ്റൊരു വാഹനത്തിൽ നിന്നും ലഹരി കടത്തിൽപ്പെട്ട മറ്റൊരാളെയും പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വെട്ടിച്ചിറ KC ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വാടക കെട്ടിടത്തിലാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഉടൻ പോലീസ് സംഭവസ്ഥലം റെയ്ഡ് ചെയ്തു. അവിടെ നിന്നും വൻ ലഹരി വസ്തുക്കളുടെ ശേഖരമാണ് പിടിച്ചെടുത്തത്. പച്ചക്കറി വാഹനം ഓടിച്ച മംഗലാപുരം സ്വദേശി മുഹമ്മദ് അലിയും എസ്കോർട്ട് വാഹനത്തിലെ വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി കാരപ്പറമ്പ് അബ്ദുൽ നാസറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായ നാസർ മുൻപും ഇത്തരം കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനെന്ന് പറഞ്ഞാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നാണ് കെട്ടിട ഉടമ പറയുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ മാത്രമാണ് ഇവർ ഇവിടെ എത്താറുള്ളതെന്നും അതിനാൽ പരിസരവാസികളോ നാട്ടുകാരോ ശ്രദ്ധിക്കാറില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 100-ൽ പരം ലഹരി വസ്തുക്കൾ അടങ്ങിയ ചാക്കുകളാണ് പിടിച്ചെടുത്തത്. കൂടാതെ വാഹനത്തിൽ നിന്നും 3,75,000 രൂപയും പിടിച്ചെടുത്തു. എസ്കോർട്ട് പോയിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും ലക്ഷ്യം വെച്ചാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത്. വളാഞ്ചേരി SHO ചിറക്കൽ ബഷീർ, SI സന്തോഷ് കുമാർ, ASI അൻവർ, SCPO പ്രണവേഷ്, ശൈലേഷ്, CPOമാരായ മനു, അനന്തു, രഞ്ജിത്ത്, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അതിസാഹസികമായി വലയിലാക്കിയത്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.